നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. ഇതൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ മാസം മലേഷ്യക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 8 പേരടങ്ങിയ ഒരു ടീമാണ് മലേഷ്യക്ക് പോയത്. അഫിനിറ്റി ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഇത്തവണ മലേഷ്യൻ ടൂറിന് പോയത്. ഞങ്ങൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളെ കാത്ത് ഗൈഡ് ഉണ്ടായിരുന്നു. ഗൈഡും ഡ്രൈവറും ഒരാൾ തന്നെയായിരുന്നു കേട്ടോ. നേരെ പുത്രജയിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പ്ലാനൊക്കെ ഒന്ന് മാറ്റി. പിന്നെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു തമിഴ് ഹോട്ടലിലാണ് കയറിയത്. ഇവിടെയും പൊറോട്ട ഉണ്ട്. പക്ഷെ നമ്മുടെ ഹോട്ടലിലെ പോലെ വീശി അടിച്ചുണ്ടാക്കിയ പൊറോട്ടയല്ല. ഇത് മടക്കി മടക്കി എടുത്തേക്കുന്ന പൊറോട്ടയാണ്. പിന്നെ മീറ്റും ഫിഷിൻ്റെയും ഒക്കെ കുറേ ഐറ്റംസ് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡ് ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർക്ക് ഈ പച്ചക്കറിയൊക്കെ ഫ്രീ ആണ്. പൊരിയൽ, നമ്മുടെ മെഴുക്കുവരട്ടി. ഞങ്ങൾ ഇവിടുന്ന് മസാല ദോശയാണ് കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി ഞങ്ങൾ കോലാലംപൂരിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ, മെട്രോ സ്റ്റാർ. പക്ഷെ ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ടായില്ല. അപ്പോൾ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെരുവുതണ്ടലായിരുന്നു കേട്ടോ പ്രധാനം. അവിടെ കുറേ ഇതുപോലെ ഡ്രസ്സിൻ്റെ ഒക്കെ കടകളുണ്ട്, ടെക്സ്റ്റൈൽ, അതുപോലെ ജ്വല്ലറി, നമ്മുടെ ജോയ് ആലുക്കാസ്, മലബാർ ഗോൾഡ്, ഭീമ, എല്ലാ കടകളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. സ്ട്രീറ്റിൽ നിന്ന് എന്തെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് എന്തോ സ്മെല്ല് കാരണം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. സ്ട്രീറ്റ് പെർഫോമൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഒരു സൈഡിൽ ബേക്കറി സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ എപ്പോഴും സാധാരണ ഇന്തോനേഷ്യൻ ചാനലൊക്കെ കാണാറുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. ഈ ഒരു സംഭവം ഇത് വാങ്ങിച്ച് കഴിച്ചു അകത്ത് നിലക്കടലയൊക്കെ വെച്ചിട്ട്. പക്ഷേ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഒത്തിരി സ്ട്രീറ്റ് പെർഫോമൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ട്രീറ്റ് പെർഫോമൻസിൻ്റെ ഇടയിൽ ഒരു മോനും അമ്മൂമ്മയുമാണെന്ന് തോന്നുന്നു. ഇരുന്ന് മോൻ പാടുന്നു, അമ്മൂമ്മ ഡാൻസ് കളിക്കുന്നു. കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി കേട്ടോ. നല്ല പ്രായമുള്ള ഒരമ്മ. മലേഷ്യ ഒരു മുസ്ലിം കൺട്രിയാണ്. പക്ഷേ ഇവിടെ ഒത്തിരി തമിഴരുണ്ട് കേട്ടോ. തമിഴരുടെ ഒത്തിരി കടകളുണ്ട്. നമ്മളിവിടെ ഒത്തിരി മലയാളികളെ കണ്ടു, ടൂറിസ്റ്റുകളെ കണ്ടു. കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ ഒത്തിരി പേരെ പരിചയപ്പെട്ടു ഇവിടെ വെച്ച്. ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിരുന്നു എല്ലാം. വമ്പൻ കെട്ടിടങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ. മലേഷ്യ എന്ന് പറയുമ്പോൾ തന്നെ വമ്പൻ കെട്ടിടങ്ങളാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ കറങ്ങി തിരിഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ സ്ട്രീറ്റിൽ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് എന്തോ അത് പറ്റിയില്ല. പിന്നെ അടുത്ത് തമിഴരുടെ ഹോട്ടലുണ്ടായിരുന്നു, അവിടെ പോയി ലഞ്ച് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി ചെക്ക് ഇൻ ചെയ്തു. ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും ഞങ്ങൾ സ്ട്രീറ്റിലേക്ക് പോയി. ഇവിടുത്തെ ഫുഡൊക്കെ വളരെ ഫേമസ് ആണ്. സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ടൂറിസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് നിറച്ച് ഫ്രൂട്ട്സ് ഒക്കെയാണ്. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കടൽ വിഭവങ്ങളും അതുപോലെ മീറ്റിൻ്റെ പല വെറൈറ്റിയും ഇവിടെ സ്ക്യൂവറി കോർത്ത് ഐസിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അവർ ഫ്രൈ ചെയ്ത് തരും കേട്ടോ. പക്ഷെ ഇവിടെ വല്ലാത്തൊരു സ്മെല്ലായതുകൊണ്ട് തന്നെ ആർക്കും ഭക്ഷണം കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അതിൽ 2 ആൺകുട്ടികളുണ്ടായിരുന്നു. അവന്മാർ ഇതെന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ജ്യൂസും പഴങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങ് ഒതുങ്ങി. പക്ഷെ എവിടെ ചെന്നാലും നമ്മൾ ആ നാട്ടിലെ ഫുഡ് ടേസ്റ്റ് ചെയ്യണം, കഴിക്കണം എന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്തോ മീറ്റിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഞങ്ങൾ പഴങ്ങളിലൊക്കെ ഒതുക്കി. പിന്നീട് ഒരു സുഹൃത്ത് പറഞ്ഞാണ് അറിഞ്ഞത് അത് ഉണക്കച്ചെമ്മീൻ്റെ മണമാണ്. അവരെല്ലാത്തിലും ഉണക്കച്ചെമ്മീൻ ആഡ് ചെയ്യും. അടുത്ത ദിവസം ജെൻഡിങ് ഹൈലാൻഡ് കാണാൻ വേണ്ടി പോയി. കോലാലംപൂരിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം. സെലങ്കോർ എന്ന സ്ഥലത്തിൻ്റെ ബോർഡറിലാണ് ഇതുള്ളത്. ടിറ്റിവാങ്സ മൗണ്ടൻ്റെ മുകളിലാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 1800 മീറ്റർ ഉയരെയാണിത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കേബിൾ കാറിലാണ്. ഈ കേബിൾ കാറിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ.
ടോപ്പിലെത്തുന്നതിന് മുമ്പായിട്ട് ഇടയ്ക്ക് ഒരു ക്ഷേത്രമുണ്ട്, ഒരു ബുദ്ധക്ഷേത്രം. ചിൻസി ടെമ്പിൾ എന്നാണ് പേര്. അത് കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കേബിൾ കാർ സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടെ ഇറങ്ങിയിട്ട് ഒരു 5-6 എസ്കലേറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ കറക്റ്റ് എണ്ണിയില്ല. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി, ഇപ്പം എസ്കലേറ്റർ ഇറങ്ങുകയാണ്. അതിനുശേഷം അല്പം ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധക്ഷേത്രത്തിലെത്താം. നല്ല മനോഹരമായ ഒരു വ്യൂ ആണ്. നല്ല മഞ്ഞ് മൂടി കിടക്കുന്നു. ഒരുവിധ ശക്തിയായ കാറ്റുണ്ട്, നല്ല തണുപ്പുമുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. ശരിക്കും അവിടെ ഇവിടെയുമായിട്ടൊക്കെ ബുദ്ധ പ്രതിമകളുണ്ട്. ആദ്യം അത് കാണാൻ പറ്റിയില്ല, അത്രയ്ക്ക് മഞ്ഞായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ തൊഴുതു നിൽക്കുന്ന കണ്ട് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് കാണുന്നത് അവിടെ ഏറ്റവും നല്ല വലുപ്പത്തിലുള്ള ഒരു ബുദ്ധന്റെ വിഗ്രഹമുണ്ട്. നല്ല മനോഹരമായ ഒരു ബുദ്ധ പ്രതിമ. ഇവിടെ ക്ഷേത്രത്തിലെ ധാരാളം ചന്ദനത്തിരികളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കതെടുത്ത് കത്തിച്ച് പ്രാർത്ഥിക്കാം. സത്യത്തിൽ ഇതാണ് അമ്പലം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ ഇത് വ്യൂ പോയിന്റ് ആയിരുന്നു. ഇതിന്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് വഴിയുണ്ട്. ഞങ്ങളൊരു 2-3 നില വരെ മാത്രമേ കയറിയുള്ളൂ. ആ സ്റ്റെപ്പ് കയറാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. മറ്റുള്ളവരൊക്കെ മുകളിൽ പോയി വന്നപ്പോഴാണ് അതൊരു വ്യൂ പോയിന്റ് ആണെന്ന് അറിയുന്നത്. പിന്നെ ഈ ബുദ്ധ പ്രതിമകളോടൊക്കെ ചേർന്ന് തന്നെ ഗുഹാക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അല്പം നടന്നു പോയി കാണേണ്ടതായിരുന്നു. ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്തുകൊണ്ട് പിന്നെ ഞങ്ങളതിന് പോയില്ല. ഞങ്ങൾ വീണ്ടും കേബിൾ കാറിൽ കയറി ജെൻറ്റിങ് ഹൈലാൻഡിന്റെ മുകളിലേക്ക് പോവാണ്. കേബിൾ കാർ ഇറങ്ങി ഞങ്ങൾ ചെന്നെത്തിയത് ഒരു അത്ഭുത ലോകത്താണ് കേട്ടോ. ഇവിടെ ഷോപ്പിംഗ് മാളുകളുണ്ട്. ഷോപ്പിംഗ് വേണമെന്നുള്ളവർക്ക് നല്ല സൗകര്യമാണ്. അതുപോലെ എൻ്റർടൈൻമെൻറ്റിനാണെങ്കിലോ അമ്യൂസ്മെൻറ്റ് പാർക്ക്, തീം പാർക്ക്, ഇൻഡോർ ഗെയിംസ്, അങ്ങനെ ഏത് പ്രായക്കാർക്കും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടൽ ഇവിടെയാണ്. 2 ടവറുകളിലായിട്ട് ഏതാണ്ട് ഒരു 7350 റൂമുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കാസിനോ വേൾഡ് ഫേമസ് ആണ്. ഒരു ഫുൾ ഡേ കറങ്ങിയാലും ഈ കാഴ്ചകൾ കണ്ടു തീരില്ല. പിന്നെ ഇവിടെ ഈ റിസോർട്ടിലൊക്കെ ഒരു 2-3 ദിവസമൊക്കെ ഒന്ന് താമസിച്ചിട്ടൊന്ന് കറങ്ങി കാണണം. അപ്പോൾ അങ്ങനെയാണ്, അതിന് മാത്രമുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഒരു പാക്കേജ് ടൂറിൽ അത് സാധിക്കില്ല. തന്നെയുമല്ല നമ്മുടെ ബഡ്ജറ്റിൽ അതൊന്നും ഒതുങ്ങില്ല കേട്ടോ. നമുക്ക് ഈ കാഴ്ചകൾ കുറച്ചൊന്ന് കണ്ടാലോ? ഈ ഡിനോസറുകൾ അലറുകയും കാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര സൗണ്ട് ഉണ്ട്. റോബോട്ടുകൾ, കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ബലൂൺ ഷോ ആണ്. ഇത് വളരെ ഫേമസ് ആണ് ഇവിടുത്തത്. ഏതാണ്ട് ഒരു 3 മിനിറ്റിൽ കൂടുതൽ ഉണ്ടാവും. ഇത് ഒരു മ്യൂസിക്കും ഉണ്ടാവും. പക്ഷെ മ്യൂസിക് ഞാനിപ്പോൾ ഇവിടെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഇത് കണ്ടോ, റോപ്പിൽ കൂടെ പോകുന്ന കണ്ടോ, നല്ല രസമില്ല കാണാൻ. നല്ല രസമുണ്ട്, പക്ഷെ നമുക്കത് ചെയ്യാൻ നല്ല പേടിയാണ്. ധാരാളം ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ചുറ്റി നടന്ന് കണ്ടു. എല്ലാം കാണാൻ നല്ല രസമാണ്. ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് വരാനാണ് ഞങ്ങളോട് ഗൈഡ് പറഞ്ഞിരുന്നത്.
പിന്നെ ഇവിടെ നിന്ന് കുറച്ച് പേര് നൂഡിൽസ് കഴിച്ചു. ഞങ്ങൾ കുറച്ച് പേര് ബ്രെഡാണ് കഴിച്ചത്. ശരിക്കും ഫുഡൊരു പ്രശ്നം തന്നെയാണ്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. വീണ്ടും ഞങ്ങൾ കേബിൾ കാറിൽ കയറി. ഇപ്പം കാഴ്ചകൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ. കേബിൾ കാറിൽ നിന്ന് താഴെയുള്ള ദൃശ്യങ്ങൾ എടുത്തതാണിത്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടോ. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ എസ്കലേറ്റർ. ഇറങ്ങി താഴെ ഞങ്ങൾ ചിൻസി ടെമ്പിളിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, ആ എസ്കലേറ്ററുകളാണ് ആ കാണുന്നത്. ഇവിടെ ഈ കാടുകൾക്കിടയിൽ നമ്മുടെ നാട്ടിലെ കുറേ ചെടികളൊക്കെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇവിടെ നിന്ന് പോയതിനു ശേഷം ഞങ്ങൾ ഒരു വാച്ച് ഗാലറിയിലേക്ക് കൊണ്ടുപോയി. വാച്ചൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ, ഭയങ്കര വിലയായിരുന്നു. മലേഷ്യൻ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.